ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ള ഒരു ചെമ്മീൻ മുളകിട്ട് വഴറ്റിയതാണ്. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കൂടെ കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് ഒരു 20 ചെറിയുള്ളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ചേർത്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതില്ലെങ്കിൽ സവാളയായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ ചേർത്തത്. എരിവ് കുറവാണെങ്കിൽ 1.5 മുതൽ 2 സ്പൂൺ വരെ ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായി കഴുകി വെച്ച ചെമ്മീനാണിത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇത്രയും സമയം നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വയ്ക്കണം. ഇങ്ങനെ ചെയ്താൽ നല്ല മണവും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മുളകിട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. താങ്ക് യു.